എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും മറ്റൊരു വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് IT-യുമായി ബന്ധപ്പെട്ട്, ഇൻഫർമേഷൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് UP വിഭാഗത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. വളരെ പ്രാധാന്യമുള്ള, എളുപ്പത്തിൽ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാവുന്ന കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ. ഇത് വർഷാവർഷങ്ങളിലായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾ കൂടിയാണ്. അതിൽ നിന്ന് തെരഞ്ഞെടുത്ത ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവരും ചോദ്യങ്ങൾ പരമാവധി മനസ്സിലാക്കി മുമ്പോട്ട് പോവുക. അതോടൊപ്പം കൂടുതലായിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾ കണ്ടെത്തി പഠിക്കുക കൂടി ചെയ്യുക. UP വിഭാഗം IT ചോദ്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നു. ഓക്കെ, ചോദ്യങ്ങൾ എല്ലാവരും ശ്രദ്ധയോടുകൂടി വായിച്ചതിന് ശേഷം മാത്രം ഉത്തരം എഴുതുക. ഓക്കെ, ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കുക. എന്നതിന് ശേഷം മാത്രം നിങ്ങൾ ഉത്തരം കണ്ടെത്തുക. തുടങ്ങാം നമുക്ക്. ഒന്നാമത്തെ ചോദ്യം, നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും ഈ ഒരു ചിത്രം. ഈ ചിത്രം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഈ ഒരു ചിത്രം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമ്മളൊക്കെ നമ്മുടെ സ്മാർട്ട് ഫോണിൽ അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ വർഷാവർഷമായിട്ട് അല്ലെങ്കിൽ കാണുന്ന, നിരന്തരമായി ചിലപ്പോൾ കാണുന്ന ഒരു ചിത്രമാണ് നൽകിയിട്ടുള്ളത്. എന്താണ് ഈ ചിത്രം? ഉത്തരം അതെ, ബ്ലൂടൂത്ത് അല്ലേ? നമ്മൾ ഫയലൊക്കെ ഷെയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ബ്ലൂടൂത്ത് അല്ലേ? ദെൻ എന്താണ് I/O? എന്താണ് I/O? ഉത്തരം ഇൻപുട്ട് സ്ലാഷ് ഔട്ട്പുട്ട്. ഓക്കെ, IO ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. ദെൻ ചിത്രം ഏത് പ്രൊജക്റ്റിൻ്റെതാണ്? ഈ ഒരു ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ ചിത്രം ഏത് പ്രൊജക്റ്റിൻ്റെതാണ്? ഉത്തരം അതെ, GNU. ഓക്കെ, GNU. ദെൻ PDF ഫയലുകൾ സാധാരണയായി കാണാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ്? PDF ഫയലുകൾ സാധാരണയായി കാണാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ്? ഉത്തരം അക്രോബാറ്റ് റീഡർ അല്ലെ? ആ ഒരു ചുവന്ന നിറത്തിലുള്ള ആ ഒരു റീഡറാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഉത്തരം അക്രോബാറ്റ് റീഡർ. ചിത്രത്തിൽ കാണുന്ന പോർട്ടിന്റെ പേര് എന്താണ്? നിരവധിയായ പോർട്ടുകൾ നമ്മളെ ലാപ്ടോപ്പിലൊക്കെ ആയിട്ട് കാണാറുണ്ട്. ഓക്കെ, ഈ ഒരു കാര്യം കണക്ട് ചെയ്യുന്നു. ഉത്തരം USB പോർട്ട്. ഓക്കെ, USB പോർട്ട്. ദെൻ ഈ വ്യക്തിയെ അറിയാമോ? ചിത്രത്തിൽ നൽകിയിരിക്കുന്ന വ്യക്തി ആരാണ് എന്നാണ് ചോദ്യം. ശ്രദ്ധയോട് കൂടിയിട്ട് നിങ്ങൾ ആ ഒരു ചിത്രം കാണുക. ആരാണ് ഈ ഒരു വ്യക്തി? ഉത്തരം റിച്ചാർഡ് സ്റ്റാൾമാൻ. പ്രിന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഏത് മെനുവിലാണ് ഉള്ളത്? പ്രിന്റ് ചെയ്യുവാനുള്ള ഓപ്ഷൻ ഏത് മെനുവിലാണ് ഉള്ളത്? നമ്മൾ സിംപ്ലി Ctrl+P അടിച്ചിട്ട് പ്രിന്റ് ചെയ്യും. എന്നാൽ പ്രിന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഏത് മെനുവിലാണ് ഉള്ളത്? ഉത്തരം ഫയൽ മെനു. ഫയല് പ്രിന്റ്. ദെൻ മേൽ കൊടുത്ത കമ്പ്യൂട്ടർ അനുബന്ധ ഉപകരണത്തിന്റെ പേര് എന്താണ്? ഹാർഡ്വെയർ ആണ്. നമ്മുടെ CPU ഒക്കെ ഉള്ളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിറകു ഭാഗത്ത് മേൽ കൊടുത്ത കമ്പ്യൂട്ടർ അനുബന്ധ ഉപകരണമാണ് SMPS. ഓക്കെ, SMPS ആണ് അതിന്റെ ഉത്തരം. ദെൻ ഇന്റർനെറ്റിന്റെ പിതാവ് ആരാണ്? ഇന്റർനെറ്റിന്റെ പിതാവ് ആര്? ഉത്തരം വിൻസ്റ്റൺ സർഫ്. ഇന്റർനെറ്റിന്റെ പിതാവ് വിൻസ്റ്റൺ സർഫ്. താഴെ കാണുന്ന LCD ടിവിയിൽ LCD ഏതിനെ സൂചിപ്പിക്കുന്നു? അല്ലെങ്കിൽ LCDയുടെ പൂർണ്ണ രൂപം എന്താണ്? ഇപ്പോൾ LED ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കുറച്ച് മുമ്പ് നമ്മൾ LCD ആയിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. LCDയുടെ പൂർണ്ണ രൂപം ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ. LCD
ലിക്വിഡ്, ക്രിസ്റ്റൽ, ഡിസ്പ്ലേ. ദെൻ ഇന്റർനെറ്റുമായി നാം ഉപയോഗിക്കുന്ന ഈ ഉപകരണത്തിന്റെ പേരെന്ത്? ഓക്കെ, ഇതാണ് നമ്മൾ ഇന്റർനെറ്റിനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണം. ഈ ഒരു ഉപകരണത്തിന്റെ പേരാണ് മോഡം. ഓക്കെ, മോഡം. ദെൻ പ്രസിദ്ധമായ ഒരു സൈറ്റിന്റെ ലോഗോയാണിത്. നമ്മൾ കുറെ അധികം സൈറ്റുകൾ കണ്ടിട്ടുണ്ട്. പ്രസിദ്ധമായ ഒരു സൈറ്റിന്റെ ലോഗോ ആണ് താഴെ നൽകിയിരിക്കുന്നത്. ഏതിന്റെ ലോഗോ ആണ് ഇത്? ഉത്തരം ഓർക്കുട്ട്. അല്ലെ, നമുക്ക് കുറെ മുമ്പാണ്, ഇപ്പോൾ അത് ഉപയോഗത്തിലില്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഓർക്കുട്ടിന്റെ ലോഗോ ആണ് നൽകിയിട്ടുള്ളത്. ദെൻ ക്വിസ് എന്ന മലയാള വാക്ക് വരാൻ കീബോർഡിലെ ഏത് കീകൾ ഉപയോഗിക്കാം? ക്വിസ് അല്ലേ? കെ, ഡി, ബി, എഫ്, എം, ഡി. ഓക്കെ, ക്വിസ്. ദെൻ പ്രസിദ്ധമായ ഒരു റിയാലിറ്റി ഷോയുടെ ഫോട്ടോയാണിത്. ഏത് റിയാലിറ്റി ഷോ ആണ് നൽകിയിട്ടുള്ളത്? ഉത്തരം ഹരിത കേരളം. ദെൻ കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ ചാനൽ ഏതാണ്? ഉത്തരം വിക്ടേഴ്സ്. കോവിഡ് ആ സമയത്ത് നമ്മുടെ ക്ലാസ്സുകളും മറ്റുമൊക്കെ കണ്ടിരുന്നതും കൈകാര്യം ചെയ്തിരുന്നതും ഒക്കെ വിക്ടേഴ്സിലൂടെയാണ്. ഉത്തരം വിക്ടേഴ്സ്. സൂര്യഗ്രഹണത്തിന്റെ സവിശേഷതകൾ കമ്പ്യൂട്ടറിലൂടെ കാണാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് നൽകിയിട്ടുള്ളത്. ഓക്കെ, ഇതിന്റെ പേര് എന്താണ്? സൂര്യഗ്രഹണത്തിന്റെ സവിശേഷതകൾ കമ്പ്യൂട്ടറിലൂടെ കാണാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് നൽകിയിട്ടുള്ളത്. ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ പേര് എന്താണ്? ഉത്തരം കെ സ്റ്റാർസ്. ദെൻ നൽകിയിട്ടുള്ളത് പാലക്കാട് ജില്ലയുമായി ബന്ധപ്പെട്ടാണ്. പാലക്കാട് ജില്ലാ പഞ്ചായത്തിന്റെ വെബ്സൈറ്റിന്റെ പേര് എന്താണ്? നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. www.harisreepalakkad.org. Win32 എന്താണ്? Win32 എന്താണ്? ഉത്തരം കമ്പ്യൂട്ടർ വൈറസ്. ഗൂഗിൾ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ഉത്തരം ഒരു സെർച്ച് എഞ്ചിൻ ആണ് ഗൂഗിൾ. ദെൻ 2 സബ് ക്വസ്റ്റ്യൻസ് കൂടി നൽകിയിട്ടുണ്ട്. ഓർക്കുട്ട് ഏത് ഭാഷയിലെ വാക്കാണ്? ഉത്തരം തുർക്കിഷ്. ദെൻ ഏതിന്റെ ചിത്രമാണ്, ഏത് സോഫ്റ്റ്വെയറിന്റെ ചിത്രമാണ് നൽകിയിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഓർത്തു വെക്കുക, ഡോക്ടർ ജിയോ. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവർക്കും ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ള ആളുകളിലേക്കും കൂട്ടുകാരിലേക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. കേട്ടെന്ന് എല്ലാവർക്കും നന്ദി, നമസ്കാരം.